ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കല്യാണ സൗഗന്ധികം എന്ന ചെടിയെക്കുറിച്ചും പൂവിനെക്കുറിച്ചുമാണ്. ശ്രദ്ധിച്ചോളൂ. ഇതാണ് കല്യാണ സൗഗന്ധികം എന്ന പ്ലാന്റ്. കല്യാണ സൗഗന്ധികം ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് സിഞ്ചി ബെറേസി സസ്യകുടുംബത്തിലെ ഒരു ചെടിയാണ്. സിഞ്ചി ബെറേസി എന്ന സസ്യകുടുംബത്തിലെ ഒരു ചെടിയാണ്. ഏലപ്പൂച്ചെടി, സുഗന്ധി, വെളുത്ത മാലത്താമര, വെളുത്ത ഇഞ്ചി താമര എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് പൊടിക്കുന്ന ചുവട്ടിലെ ഒരു കിഴങ്ങുണ്ട്. കിഴങ്ങിൽ നിന്നാണ് ഇത് പൊടിച്ചു വരുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ റൈസോംസ് എന്ന് പറയും. അപ്പോൾ കിഴങ്ങിൽ നിന്നാണ് ഇത് പൊടിച്ചു വരുന്നത്. അപ്പം വിത്ത് കിഴങ്ങിൽ നിന്ന് മുകളിലേക്ക് 2 മീറ്ററോളം ഉയരത്തിലിത് വളരും. ഇതിൻ്റെ തണ്ട് കണ്ടോ? ഒലിവ് പച്ച നിറമാണ് തണ്ട്. ഇതാണ് തണ്ട് കണ്ടോ? ഒലിവ് പച്ച നിറമുള്ള ഇതിൻ്റെ തണ്ട്. അതിൻ്റെ പ്രത്യേകതയാണ്. അതിൽ അഗ്രം കൂർത്ത കണ്ടോ? ഇലകളുടെ പ്രത്യേകത കണ്ടോ? അഗ്രം കൂർത്ത ഇലകളാണ്. അത് ഓപ്പോസിറ്റ് സൈഡ്സിലോട്ട്, അത് എതിർ ദിശയിലോട്ടൊക്കെയാണ്. അത് ഒരു സൈഡിൻ്റെ ഇതിൻ്റെ പ്രത്യേകം നോക്കിക്കോളൂ. ഈ സൈഡ് വന്ന് നേരെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ഇല വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഇല ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വേനൽ പകുതിയോടെ ഇതിൻ്റെ പൂക്കാലം ആരംഭിക്കും. വേനൽക്കാലത്തിൻ്റെ പകുതിയോടെയാണ് ഇതിൻ്റെ പൂക്കാലം ആരംഭിക്കുന്നത്. തണ്ടിൻ്റെ ഈ അഗ്രഭാഗത്ത് നല്ല സുഗന്ധമുള്ള വെള്ളപ്പൂക്കൾ കൂട്ടമായിട്ട് വിരിയുന്നു കണ്ടോ? ഭയങ്കര മണമാണ് കേട്ടോ. നല്ല മണമാണ്. വല്ലാത്തൊരു മണമാണ് ഇതിനുള്ളത്. വൈകുന്നേരമാണ് അതിൻ്റെ മണം കൂടുതൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പൂക്കൾ ഒരു ദിവസം നിൽക്കത്തുള്ളൂ, അടുത്ത ദിവസം അത് കൊഴിഞ്ഞു പോകും. അതുപോലെ ഈ പൂക്കൾ ക്രമേണ കായ്കളാകുകയും ആ കായ്കൾക്കുള്ളിൽ നിറയെ ചുവന്ന വിത്തുകൾ കാണുകയും ചെയ്യും. പല വിദേശ രാജ്യങ്ങളിലും ഈ കല്യാണ സൗഗന്ധികം ലാൻഡ്സ്കേപ്പ് ചെടിയായിട്ട് വളർത്തുന്നുണ്ട്. ക്യൂബയുടെ ദേശീയ പുഷ്പമാണ് ഇത്. അവിടെ ഈ പുഷ്പം സ്ത്രീകൾ പതിവായിട്ട് മുടിയിൽ ചൂടാറുണ്ട്. തോട്ടത്തിലൊരു കല്യാണ സൗഗന്ധികം എങ്കിലും ഇല്ലെങ്കിൽ തങ്ങളുടെ കാർഷിക വൃത്തി അപൂർണമാണെന്ന് ക്യൂബയിലെ കർഷകർ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പരിപാലിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, അതിൻ്റെ വിത്ത് കിഴങ്ങ്, അത് റൈസോംസ് 20 സെൻറ്റിമീറ്റർ നീളത്തിൽ കഷ്ണങ്ങളാക്കി നടണം. അതിൽ 2 ഭാഗം മണ്ണും 2 ഭാഗം മണ്ണിലും 1 ഭാഗം ഇലപ്പൊടിയും ചേർന്ന മിശ്രിതത്തിലാണ് നടേണ്ടത്. അതിന് പല ഉപയോഗങ്ങളുണ്ട്. ഈ വിടരാത്ത പൂമൊട്ട്, ഇതിൻ്റെ പൂമൊട്ട് കാണിച്ചു തരാം കണ്ടോ? ഈ വിടരാത്ത പൂമൊട്ട് സാലഡിൽ ഉപയോഗിക്കാറുണ്ട്. പൂവിൽ നിന്ന് വേർതിരിക്കുന്ന പരിമളത്തൈലം, ഈ കല്യാണ സൗഗന്ധികത്തിൽ ഈ പൂവിൽ നിന്ന് എടുക്കുന്ന പരിമളത്തൈലം അത്തറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കിഴങ്ങിൽ നിന്നെടുക്കുന്ന തൈലം വിരനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അതായത് വയറുവേദന ശമിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിൻ്റെ തണ്ട് പേപ്പർ വ്യവസായത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണ സൗഗന്ധികം കണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ കൂടെ പറയാം. കല്യാണ സൗഗന്ധികം ഓൾസോ നോൺ ആസ് വൈറ്റ് ജിഞ്ചർ ലില്ലി ഓർ ബട്ടർഫ്ലൈ ജിഞ്ചർ ലില്ലി. വേറെയും ഒരു പേര് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോളോൺ ചാപ്പ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കല്യാണ സൗഗന്ധികം ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റ് ജിഞ്ചർ ലില്ലി, ബട്ടർഫ്ലൈ ജിഞ്ചർ ലില്ലി, ഡോളോൺ ചാപ്പ. It is a fragrant flowering plant
ഫ്രം ദ ജിഞ്ചർ ഫാമിലി. ജിഞ്ചർ ഫാമിലിയിൽപ്പെട്ട ഫ്രാഗ്രൻറ്റ് ഫ്ലവറിങ് പ്ലാന്റാണ് ഈ കല്യാണ സൗഗന്ധിക. It is characterized by its attractive white flowers that resemble butterflies and have a strong pleasant scent, particularly noticeable in the evening. The plant is perennial. Its meaning, it lives for more than 2 years and it spreads through rhizomes. Rhizomes means underground stems. കിഴങ്ങാണ്. Its botanical name is Hedychium coronarium. Its botanical name is Hedychium coronarium. എൻ്റെ പൂവിൻ്റെ അപ്പിയറൻസ്, ഫ്ലവറിൻ്റെ അപ്പിയറൻസ് ഓഫ് ദിസ് പ്ലാന്റ് ഈസ്, പ്ലാന്റിൻ്റെ അപ്പിയറൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എറക്റ്റ് പ്ലാന്റ് typically reaching 1.5 to 2 meters in height. The leaves are smooth, lung-shaped and can grow up to 50 centimeters long. The flowers have prominent lip that is white and pale yellow in the center. ആ നടുക്ക് കണ്ടോ, പെയിൽ യെല്ലോ ആയിട്ട് നല്ല വൈറ്റ് ഫ്ലവറാണ്. ഒരു ലൈറ്റ് പെയിൽ യെല്ലോ ഇൻ ദ സെൻട്രൽ മിഡിൽ നമുക്ക് കാണാൻ കഴിയും. Okay, fragrance of these flowers are known for their intense and luxurious fragrance, which is a key reason for its popularity. അപ്പോൾ ഇതിൻ്റെ മണമാണ് അതിനെ അത്രയും പ്രശസ്തമാക്കി തീർക്കുന്നത്, ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. Its habitat of this plant is, it thrives in warm tropical climates and prefers moist, well-draining soil. It can tolerate partial shade to full sun. It propagates through rhizomes, which can make it invasive in certain areas. Traditionally, rhizomes have been used for various purposes, including as an anti-inflammatory and for treating skin conditions. Potential for invasiveness. While it's a beautiful garden plant, it can be invasive in some regions, particularly in areas with a tropical or subtropical climate, due to its ability to reproduce through rhizomes. This plant has some cultural significance. In some cultures, it's associated with a good fortune and is used in landscaping and as a decorative element, such as in hair. This flower is known as the national flower of Cuba. അപ്പം ക്യൂബയുടെ നാഷണൽ ഫ്ലവറാണ് നമ്മുടെ ഈ കല്യാണ സൗഗന്ധികം. ഓക്കെ, നമ്മുടെ ഗാർഡനിലും ഒരു പ്ലാന്റായിട്ട് ഇത് വളർത്താൻ ശ്രമിക്കുക. നല്ല മണമുള്ള, നമുക്ക് നമ്മുടെ കണ്ണിന് കുളിർമ പകരുന്ന ഒരു ചെടിയാണ്. ഒത്തിരി സ്പ്രെഡാവും റൈസോംസ് വഴി, അതിൻ്റെ കിഴങ്ങ് വഴി ഒത്തിരി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒത്തിരി പൂത്തിട്ടുണ്ട് കേട്ടോ, സ്പ്രെഡായിരിപ്പുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.